ശ്രീമദ് ഭാഗവതം ക്ലാസ് 74. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 4 അധ്യായം 12 അത് കുബേരൻ്റെ അഭിനന്ദനവും ധ്രുവൻ്റെ ഭഗവത് പാദാരോഹണവും. അപ്പം കുബേരനെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചടച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹം ധ്രുവനെ ഒരു ഭൗതികവാദിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊരു ഭൗതിക ഗ്രഹവുമാണ്. ധ്രുവ നക്ഷത്രം എന്ന് നമ്മൾ ആകാശത്ത് കാണുന്നത് തന്നെയാണ്. അത് ഈ ഭൗതിക ലോകത്തിൻ്റെ ഭാഗമാണ്. ഭൗതിക സുഖങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ജ്യോതിഷപരമായിട്ട് നമ്മുടെ ഭൗതിക സുഖങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ഈ ധ്രുവ നക്ഷത്രം. അതുകൊണ്ട് തന്നെയാണ് കുബേരൻ്റെ അനുഗ്രഹം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായ ഉന്നതിക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമായിട്ട് ഈ ധ്രുവ നക്ഷത്രം ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുബേരൻ്റെ അനുഗ്രഹം കിട്ടുന്നു എന്ന് പറയുന്നത്. അപ്പം കുബേരൻ്റെ അഭിനന്ദനവും ധ്രുവൻ്റെ ഭഗവത് പാദാരോഹണവും. പിന്നെ ഭഗവാന്റെ പാദാരോഹണം എന്ന് പറയുമ്പോൾ എല്ലാ ഭഗവാന് വേണ്ടിയിട്ടാണ് അർപ്പിച്ചുകൊണ്ട് ധ്രുവൻ വർത്തിക്കുന്നത്. ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഭഗവാൻ നിർദ്ദേശിച്ച തത്വമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കാലചക്രമെല്ലാം ഈ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ചലനത്തിനനുസരിച്ചാണ് ഭഗവാൻ എന്തൊരു ലോകമാണോ ഇവിടെ ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്, ആ ബ്രഹ്മം ആ വഴിക്കാണ് കാലത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഭഗവാനിൽ താല്പര്യം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ഗ്രഹങ്ങളും ഉള്ളത്, വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ധ്രുവനും ആക്ട് ചെയ്യുന്നത്. അപ്പം ഇനി മൈത്രേയൻ 1 എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സുഖങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ഗ്രഹങ്ങളെല്ലാം നമ്മുടെ സ്വാധീനിക്കുന്നത്, സുഖ സൗകര്യങ്ങൾ നൽകുന്നതിൻ്റെ പിന്നിലുള്ള യക്ഷന്മാർ, ആ ബലങ്ങളെല്ലാം കുബേരനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ധ്രുവൻ എന്ത് ചെയ്തു? ആ മരുവിൻ്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് കോപമെല്ലാം മാറിയവനായി മാറി. കോപമെല്ലാം വിട്ടുമാറി. ആരോട്? യക്ഷന്മാരോടുള്ള. അപ്പം യക്ഷന്മാരെ കൊല്ലുന്നതുമെല്ലാം നിർത്തിയപ്പോൾ അവരെ നിയന്ത്രിക്കുന്ന ഈ കുബേരൻ സന്തോഷിച്ചുകൊണ്ട് അദ്ദേഹം യക്ഷന്മാരും മറ്റേ കിന്നരന്മാരുമെല്ലാമായിട്ട് എവിടെ വന്നു? ധ്രുവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ക്ഷത്രിയനായ അല്ലയോ പുത്ര, നീ നിൻ്റെ മുത്തച്ഛൻ്റെ വാക്ക് കേട്ടിട്ട്, അത് മനുവിൻ്റെ എല്ലാം വാക്ക് കേട്ടിട്ട് നീ നിൻ്റെ എന്ത് കളഞ്ഞു? വിദ്വേഷമെല്ലാം ഉപേക്ഷിച്ചുവല്ലോ. നിൻ്റെ വിദ്വേഷമെല്ലാം, യക്ഷന്മാരെ കൊല്ലാനുള്ള ആ വിദ്വേഷമെല്ലാം നിൻ്റെ തീർന്നല്ലോ. അതൊരു നല്ല കാര്യം തന്നെ. അതുകൊണ്ടാണ് വന്നതെന്ന് അർത്ഥം. അനുഗ്രഹിക്കാനായിട്ട് വന്നതാണ്. എന്നിട്ട് പറയുകയാണ്, യഥാർത്ഥത്തിൽ യക്ഷന്മാരൊന്നും നിന്റെ സഹോദരനെ കൊന്നിട്ടുമില്ല, നീ യക്ഷന്മാരെയും ഒന്നും കൊന്നിട്ടില്ല. അതെല്ലാം നിനക്ക് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ കാലചക്രം കറങ്ങുന്നതനുസരിച്ച് ഓരോന്ന് പൊങ്ങി വരുന്നു. അത് ജനനമായിട്ട് കാണുന്നു. അവൻ്റെ കർമ്മം കഴിയുമ്പോൾ അത് തിരിച്ചു പോകുന്നു. അത് മരണമായിട്ട് കാണുന്നു. അത് സംഭവിക്കുന്നതാണ്. അല്ലാതെ അതിൽ നീ എന്തോ കാട്ടിക്കൂട്ടി നിന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്താണെന്നല്ല. അവർ വരേണ്ട സമയത്ത് വന്നു, പോകേണ്ട സമയത്ത് പോയി. അപ്പം നീയും ആരെയും കൊല്ലുന്നില്ല. ഇതേത് വാക്യമാണ്? മഹാഭാരത യുദ്ധ സമയത്ത് അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്, അവരെയൊന്നും നീയൊന്നുമല്ല കൊല്ലുന്നു, ഇതിനെക്കാട്ടി മുമ്പിൽ അവരെയെല്ലാം കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കൊന്നതും കാണിച്ചു കൊടുക്കുകയാണ്. അത്രയും തീരുമാനം. നീ അതിൻ്റെ അകത്തൊരു നിമിത്തം മാത്രം, അല്ലാതെ നിനക്ക് അതിൻ്റെ അകത്തൊരു പങ്കും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വേദങ്ങൾ എന്ത് പറയുന്നത്, യഥാർത്ഥത്തിൽ പാപവുമില്ല പുണ്യവുമില്ല. കാരണം
നമ്മളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ശക്തിയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതിനൊരു ലക്ഷ്യമുണ്ട്, അതത് ചെയ്യിപ്പിക്കുന്നു. അപ്പം അതിൽ പങ്കെടുക്കുന്ന നമുക്കെന്തില്ല, പാപം കൊണ്ടില്ല. നമ്മളൊരു വടിയെടുത്തിട്ട് ആരെയും ഒരാളെ അടിച്ചാൽ കുറ്റം നമുക്കല്ലേ, അല്ലാതെ വടിക്കണം. അടിക്കുന്നത് വടിയാണ്, അല്ലാതെ വടീനെ ആരും തൂക്കിക്കൊള്ളു ഇല്ല. അതുപോലെ നമ്മൾ ഒരു നിമിത്തം മാത്രമാണ്. ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചു. ഒരാൾ ജനിക്കേണ്ട സമയം ജനിക്കുന്നു, മരിക്കേണ്ട സമയം മരിക്കുന്നു. മരിക്കുന്ന ചിലപ്പോൾ വല്ലവരെ കൊണ്ടും എന്തോ എല്ലാം ആയിരിക്കാം ചെയ്യിപ്പിക്കുന്നത് ആ തരത്തിൽ. അതുകൊണ്ട് ഇതെല്ലാം കാലത്തിൻ്റെ പ്രക്രിയയിൽ നടക്കുന്നതാണ്. നീ ആരെയും കൊന്നിട്ടില്ലെന്ന്, നിന്റെ സഹോദരനെ ആരെയും കൊന്നിട്ടില്ല. ഇതിൻ്റെ നാലിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതെന്തുകൊണ്ടാണ് ജീവന് അല്ലെ ജീവജാലങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ചെയ്തു മറ്റേന്ന് എല്ലാം തോന്നുന്നതിന് കാരണം ഈ ആത്മതത്വം അറിയാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ജ്ഞാനമെന്ന് പറയുന്നത് ഈ ശരീരമല്ല, നമ്മളിലുള്ള ഒരു ആത്മാവാണ്. അത് ആ ഈശ്വരനാണ്. ആ ഈശ്വരൻ തന്നെയായിട്ടാണ് ഈ ശരീരത്തെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഈ ശരീരമൊന്നുമല്ല. അപ്പം ഞാൻ ഈ ആത്മതത്വം മനസ്സിലാക്കാതെ ഞാൻ എൻ്റേത് എന്നതെല്ലാം ഈ ശരീരമായിട്ട് ഉള്ള അർത്ഥശൂന്യമായ ചിന്ത കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതെല്ലാം അർത്ഥശൂന്യമായ ചിന്തകളാണ്. ഞാൻ എൻ്റേത്, ഞാനാണ് ചെയ്യുന്നത്, എൻ്റെ ശത്രുവിനെ കൊല്ലണം, എൻ്റെ ബന്ധുവിനെ അവർ കൊന്നു. ഈ ചിന്തയെല്ലാം വരുന്നത് ഞാൻ നീ എന്നീ ചിന്തകളുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ സാധനം ഈ സാധനം എല്ലാം ഒന്ന് തന്നെയാണ്. ആരെയും കൊല്ലുന്നൊന്നുമില്ല. ഓരോ സമയത്ത് ജനിക്കുന്നു, ഓരോ സമയത്ത് ജനിച്ചു, സമയം കഴിയുമ്പോൾ പോകുന്നു, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു അബദ്ധ ധാരണയാണ്. ഞാൻ നീ എന്നീ ചിന്ത വെച്ചിട്ടുള്ളത് അബദ്ധധാരണയാണ്. അതിനെ യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ കാണുന്നതായിട്ട്, സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് പോലെ കാണണം. സ്വപ്നത്തിലും നമ്മളെന്തല്ലോ കാണുന്നത്, ആരെയല്ലോ ഇല്ല, അതെല്ലാം നമ്മൾ കാര്യത്തിൽ എടുക്കുന്നുണ്ട്. അതുപോലെ നീ ഇതിനെ കണ്ടാൽ മതി. അത്തരത്തിലാണ് ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് വരുത്തുന്നുണ്ട്? നമ്മൾ സംസാര ദുഃഖങ്ങളിൽ അകപ്പെടുന്നുണ്ട്, ബന്ധനങ്ങളിൽ അകപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം കാരണം നമ്മുടെ ഞാൻ നീ എന്നീ മിഥ്യാധാരണകളാണ്. ഇതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഞാൻ നീ എന്നീ ചിന്തകളൊന്നും പാടില്ല. ഞാൻ അവൻ മറ്റവനാണ്, ഇവൻ മറ്റവനാണ്, ഇവൻ ശത്രുവാണ്, ഈ ചിന്തകളൊന്നും ഇല്ലാതെ എല്ലാറ്റിലും പ്രതിഭാസിക്കുന്നത് ഒരേ ശക്തിവിശേഷമെന്ന് ലോകത്തെ പഠിപ്പിക്കേണ്ടതാണ് സനാതനധർമ്മം. അല്ലാതെ ഞാനും നീയും അവൻ ഇത്, ഇവൻ ശത്രു, മറ്റേത് ബ്രാഹ്മണൻ, ഇത് ക്ഷത്രിയ, ഇത് വൈശ്യ, ഇത് ശൂദ്ര, ഇത് ഹിന്ദു, മുസ്ലിം എന്നെല്ലാം പറഞ്ഞിട്ട് പലതായി തിരിച്ച് കാണുന്നതല്ല സനാതനധർമ്മം. എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ആ അടിസ്ഥാനം, ആർക്കും മനസ്സിലാക്കാത്ത ആ അടിസ്ഥാന തത്വം ലോകത്തെ പഠിപ്പിക്കുകയാണ് സനാതനധർമ്മത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് 5-6 പറയുന്നു, സർവചരാചരങ്ങളുടെയും ആത്മാവായവനാണ് അവൻ എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവാണ്. എല്ലാത്തിൻ്റെ ഉള്ളിലുള്ള ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ശക്തിവിശേഷം, അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത്. അവൻ ഏകനാണ്. അവനെ ഭജിക്കുമ്പോൾ എന്തു പറ്റും? നിൻ്റെ ഈ സംസാര ദുഃഖങ്ങൾ, ഈ ഇത്തരത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം മാറും. ത്രിഗുണാത്മകമായ മായയോടെ കൂടിയാണ് അവൻ ചേർന്നിരുന്നു കൊണ്ടാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിലും ത്രിഗുണങ്ങൾ, സത്വരജോ തണോ ഗുണം, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ 3 ലോകം കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മായയുടെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. മായയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മായയോട് ചേർന്നുകൊണ്ട്, അതായത് ഞാൻ എന്നൊരു ചിന്ത, ഞാൻ എൻ്റേത് എന്നൊരു ചിന്ത ഉണ്ടാക്കി, അതാണ് മായ. അതോടുകൂടി ചേർന്നുകൊണ്ടാണ് ത്രിഗുണങ്ങളോടുകൂടി ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അവശക്തി അതിൽ നിന്നെല്ലാം അതീതനാണ്. അങ്ങനെയുള്ള ആ ശ്രീഹരിയെ നീ എന്ത് വേണം? ഭജിക്കുക. എന്നിട്ട് പറയുകയാണ് 7 രാജാവേ, അങ്ങ് എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അതെന്നോട് വരമായിട്ട് ചോദിച്ചു കൊടുക്കുക. എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാജാവ് എന്തുകൊണ്ട് എന്നോട് വരമായിട്ട് അത് ചോദിച്ചു കൊടുക്കുക. ഞാൻ നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അത് ഭരിക്കുവാൻ അങ്ങ് അർഹനുമാണ്. കാരണം
അങ്ങ് ആ വിഷ്ണുവിൻ്റെ പാദത്തെ തൊട്ട് വണങ്ങിയ കക്ഷിയാണ്. ആ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി പാദസ്പർശമേൽക്കാൻ പറ്റിയ അത്രയും വിഷ്ണുവോട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങക്ക് വരം നൽകുവാൻ അങ്ങ് വരം നേടുവാൻ അർഹനാണ്. അപ്പോൾ 8 എന്താണ് മൈത്രേയ മുന പറയുന്നത്? ബുദ്ധിമാനായ ആ ധ്രുവൻ എന്താണ് ആവശ്യപ്പെട്ടത്? ഒരു വരമായിട്ട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഒറ്റ വരമേ ചോദിച്ചുള്ളൂ. എപ്പോഴും എൻ്റെ മനസ്സിൽ ആ ശ്രീഹരിയെ തന്നെ വരിച്ചുകൊണ്ടിരിക്കുവാനുള്ള, ശ്രീഹരിയിൽ എൻ്റെ മനസ്സ് പോയി ചേർന്നുകൊണ്ടിരിക്കാൻ, എപ്പോഴും അതിൽ വിലയിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കി തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്ത് പറ്റും? പിന്നെ ഈ സംസാര ദുഃഖത്തിലൊന്നും അകപ്പെടില്ല. എനിക്ക് ആ പാദസേവ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? വിഷ്ണുവിൻ്റെ പാദസേവയാണ് ആര് ചെയ്യുന്നത്? സൂര്യനും ചന്ദ്രനും എല്ലാ ഗ്രഹങ്ങളും ചെയ്യുന്നത്. രാവിലെ ഉദിക്കുന്നു, കർമ്മങ്ങളെ എല്ലാവരെയും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു, കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നു, വൈകുന്നേരമായി അസ്തമിക്കുന്നു, പിന്നെ രാത്രിയിലൂട്ട വേറെ തരത്തിൽ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ അവരവരുടെ വിഷ്ണുവിനെ സേവിച്ചുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് സൂര്യചന്ദ്രന്മാർ പ്രവർത്തിക്കുന്നത്. അതേ അവസ്ഥയിലേക്ക് ആരും എത്തുവാൻ പോവുകയാണ്? ധ്രുവൻ എന്ന നക്ഷത്രവും എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ 9 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ആഗ്രഹപ്രകാരം ആ വരയെല്ലാം കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിനും പോയി ധ്രുവൻ തൻ്റെ വീട്ടിലേക്കും മടങ്ങി. അതിൻ്റെ ശേഷം 10 പറയുകയാണ്, അദ്ദേഹം സ്വന്തം പുരിയിലേക്ക് മടങ്ങിയതിന് ശേഷം ആ ഭഗവാനെ തന്നെ എല്ലാ അഭിലാഷങ്ങളും സാധിപ്പിച്ച് എല്ലാ കർമ്മങ്ങൾക്കും ഫലം നൽകുന്ന ആ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീടുള്ള സമയം കഴിച്ചുകൂട്ടി. ഇത് 11 പറയുകയാണ്, അങ്ങനെ അദ്ദേഹം ആ ഭഗവാനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെ വസിക്കുന്ന ആ ഒരു ശക്തിവിശേഷത്തെ അദ്ദേഹം ദർശിച്ചു. അപ്പം അങ്ങനെ ഏകാഗ്രമായി ആ ബ്രഹ്മത്തെ തന്നെ, അല്ലെ ആ ശ്രീഹരിയെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടായി? ഈ മായയെല്ലാം അകന്നിട്ട് എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണാനുള്ള, എല്ലാ ജീവജാലങ്ങളിലും ബ്രഹ്മത്തെ കാണാനുള്ള ഒരു അവസരത്തിൽ, ഒരു രൂപത്തിലേക്ക് അദ്ദേഹം മാറി. അങ്ങനെ ആ രൂപത്തിലുള്ള ഈശ്വരനെ അദ്ദേഹം ദർശിച്ചു എന്ന് പറയുകയാണ്. അതായത് ഈ സൂര്യനൊന്നും ജ്വലിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യരാണോ? പ്രമോദിന് വേണ്ടിയിട്ടാണോ? ശത്രുവിന് വേണ്ടിയിട്ടാണോ? അല്ല തെങ്ങിന് വേണ്ടിയിട്ടാണോ? ജലത്തിന് വേണ്ടിയിട്ടാണോ? നീരാവിക്ക് വേണ്ടിയിട്ടാണോ? ഇതിനൊന്നും സൂര്യന് ചിന്തയൊന്നുമില്ല. സൂര്യന് ഉദിക്കുന്നു, ആ പ്രകാശം ചൂടും പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങനെ കറങ്ങിയിട്ട് പോയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ ലോകത്തിൽ ആര് എന്ത് ഉപയോഗിക്കുന്നു? ചെടി ഉപയോഗിക്കുന്നുണ്ടോ, മറ്റേ ഉപയോഗിക്കുന്നുണ്ടോ ഒന്നും നോക്കാതെ അത് ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെ കർമ്മം ചെയ്യുകയാണ്. അതിന് ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും നോക്കുന്നില്ല. അതുപോലെ ഒരു ഗ്രഹമായി മാറാനാണ് ആര് പോകുന്നത്? ഈ ധ്രുവൻ പോകുന്നത്. അപ്പോൾ അതിനെല്ലാം എന്തേ ഉള്ളൂ? ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ സൂര്യനെ സംബന്ധിച്ചോളം ഇവിടെ എന്ത് ജീവജാലങ്ങൾ ഉണ്ടാകും അതൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല. അത് തെങ്ങാണെന്നോ അത് ചെടിയാണെന്നോ ഒന്നും നോക്കുന്നില്ല. ആരാണോ മുമ്പിൽ നിൽക്കുന്നത് അവൻ്റെ തലയിൽ വെളിച്ചം വീഴും, ചൂടും വീഴും, അത്രയേ ഉള്ളൂ. അത് പട്ടി നിന്നാലും പൂച്ച നിന്നാലും, അത് പട്ടിയാണോ പൂച്ചയാണോ ഒന്നും അതിന് ഉറപ്പൊന്നുമില്ല. ആരൊക്കെ പോയി നിന്നാൽ അതിന് ആ വെളിച്ചം ചൂടും കിട്ടും. ആ നിലയിലാണ് ചെയ്യുന്നത്. അതിന് അപ്പം ഭേദങ്ങളില്ല. അതുപോലെ ധ്രുവനും എന്തില്ല? ഭേദങ്ങൾ ഇല്ല. 12 ആ അവസ്ഥയിൽ ആ നിലയിലെത്തിയപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണ്? ആ ധ്രുവ നക്ഷത്രത്തിൻ്റെ അവസ്ഥ എന്താണ്? അത് ശീലവാനാണ്. ശാന്തശീല സ്വഭാവത്തോടു കൂടിയാണ് അതുള്ളത്. ആ ധ്രുവ നക്ഷത്രം എപ്പോഴും ശാന്തമാണ്. സൂര്യൻ ചിലപ്പോൾ ഭയങ്കര ചൂടും മറ്റേ ഇതെല്ലാം ആക്കിയിരിക്കുമെങ്കിലും, ചിലപ്പോൾ തണുപ്പാണെങ്കിലും ഇവനെപ്പോഴും ശാന്തശീലനാണ്, ദാനശീലനാണ്. നമുക്ക് വേണ്ടതെല്ലാം അത് നൽകുന്നുണ്ട്. സുഖസൗകര്യങ്ങൾ നൽകുന്നതിൽ ആ ഗ്രഹത്തിനൊരു പങ്കുണ്ട്. ധർമ്മമര്യാദ സംരക്ഷകനാണ്. അത് ധർമ്മങ്ങളെ പരിപാലിക്കുന്നത്, മര്യാദകളെ പരിപാലിക്കുന്നത്. ബ്രാഹ്മണ ഭക്തൻ, അതായത്
ശരിയായ മാർഗത്തെ ലോകത്തിലെ ഒരു നല്ല നിലയിലേക്ക് നയിക്കാനുള്ള ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മര്യാദയുടെ അടിസ്ഥാനത്തിൽ ബുദ്ധി, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ശരിയായ ജ്ഞാനം നൽകാൻ കഴിവുള്ള നിലയിൽ സംരക്ഷകനായിട്ടുള്ള ആ ഒരു ഗ്രഹത്തെ എല്ലാ ജനങ്ങളും എങ്ങനെയാണ് കാണുന്നത്? തൻ്റെ പിതാവായിട്ടാണ് കാണുന്നത് എന്ന് പറയുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇവൻ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹിച്ചതാണെങ്കിലും ആ ധ്രുവ നക്ഷത്രത്തെ നമ്മൾ പിതാവിൻ്റെ നിലയിലാണ് കാണേണ്ടത്. കാരണം എന്തുകൊണ്ടെന്ന് ഇനി പിന്നീട് പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്ഥാനം പറയും. നമ്മൾ പിതാവായിട്ട് സൂര്യനെ കാണുന്നത് എന്തുകൊണ്ടാണ്? സൂര്യന് ചുറ്റുമാണ് എല്ലാ ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജനങ്ങളെ ധ്രുവനെ പിതാവായിട്ട് കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം? അത് പിന്നീട് പറയും, അപ്പോൾ മനസ്സിലാവും. എൻ്റെ 13 പറയുകയാണ്, വിഷയഭോഗങ്ങളോടുള്ള ഉപയോഗം കൊണ്ട് നമ്മൾ ഭൗതിക സുഖങ്ങളിലുള്ള ആഗ്രഹങ്ങളെ താല്പര്യം വെച്ചുകൊണ്ട് നീങ്ങിയാണെങ്കിൽ അത് പുണ്യത്തിൻ്റെ അവധി വരുത്തുന്നു. അതൊരു പുണ്യപ്രവൃത്തിയല്ല. നമ്മൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മളെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നത് പുണ്യത്തിൻ്റെ അഭിവൃദ്ധി വരുത്തും. പിന്നെ അതിനെതിരായാൽ വിഷയസുഖത്തിന് വേണ്ടി അല്ലാതെ ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ, അപ്പം ധ്രുവൻ ആദ്യം വിഷയസുഖത്തിന് വേണ്ടിയാണ് കർമ്മം ചെയ്തത്. പിന്നെ എന്താണ്? വിഷയസുഖം മറന്നുകൊണ്ട് ആ ലോകത്തെ പരിപാലിക്കുക എന്ന കർമ്മമാണ് ചെയ്യാൻ പോകുന്നത്. അതിലൂടെ എന്ത് പറ്റുന്നു? പാപത്തിൻ്റെ അവധി വരുന്നു. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ, നമ്മൾ നമുക്ക് വേണ്ടിയല്ല ലോകത്തിന് വേണ്ടി എന്ന കർമ്മം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ അവധി വരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? 36,000 വർഷം സംവത്സരം എന്ത് ചെയ്തു? ഭൂമിയെ ഭരിച്ചു എന്ന് പറയുകയാണ്. അതിനുശേഷം 14-ാമത്തേതിൽ പറയുകയാണ്, അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ അത്രയും കാലം ലോകത്തെ ഭരിച്ചതിന് ശേഷം അദ്ദേഹം ഭരണം വിട്ടിട്ട് മകനെ ഭരണം ഏൽപ്പിച്ചു. അപ്പം ആദ്യം ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ, പിന്നെ അതെല്ലാം വിട്ട് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിച്ചതിന് ശേഷം 36,000 വർഷക്കാലം ഭരിച്ചതിന് ശേഷം പിന്നെ മകനെ ഭരണമേൽപ്പിച്ചിട്ട് അദ്ദേഹം അതെല്ലാം വിട്ടൊഴിഞ്ഞു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചുള്ളത് 16 പറയുകയാണ്, ഈ ലോകത്തെ അവിദ്യ കൽപ്പിതമായിട്ട് കണ്ടിട്ട്, ഇതെല്ലാം അവിദ്യയുടെ ഭാഗമാണ്. വിദ്യ, അവിദ്യ, 2 ജ്ഞാനമുണ്ട്. ഒന്ന് ബ്രഹ്മജ്ഞാനം, നിർഗുണമായ ബ്രഹ്മമാണ് ഈ ലോകമെല്ലാം ഉണ്ടാക്കിയിട്ട് അതൊരു കളി പോലെ കളിച്ച് ഇല്ലാതാക്കുകയാണ്. അതിൻ്റെ ഒരു ലീലയാണ്. അത് ആ ജ്ഞാനം സയൻസിലൂടെ അത് മനസ്സിലാക്കണം. അതാണ് വിദ്യ. ബാക്കി ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടായിട്ട് ഉണ്ടാകുന്ന പ്രപഞ്ചം, ഉണ്ടായി ഇല്ലാതാകുന്ന പ്രപഞ്ചത്തെയാണ് അവിദ്യ. ആ അവിദ്യ കൽപ്പിതമായ ലോകമായിട്ട് കണ്ടുകൊണ്ട് അത് സ്വപ്നത്തിൽ കാണുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതെല്ലാം മായയുടെ കൽപ്പിതമായിട്ടുള്ള ഒരു മായാ വിലാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ശരീരം, പുത്രൻ, ഭാര്യ, പിന്നെ ഭണ്ഡാരം, സൈന്യം, സാമ്രാജ്യം, ക്രീഡകൾക്ക് ഉപയോഗിച്ച വിശാലമായ സ്ഥലങ്ങൾ, സ്ത്രീകളുമായിട്ടുള്ള ആ ക്രീഡാസ്ഥലങ്ങളെല്ലാം എന്നിവയെല്ലാം അവയെല്ലാം ത്യജിച്ചുകൊണ്ട് വിശാലയിലേക്ക് പോയി എന്ന് പറയുകയാണ്. ഇവിടെ വിശാല എന്ന് പറയുമ്പോൾ ഭദ്രികാ ക്ഷേത്രം, അവിടെ അതും നമ്മൾ ഈ ഹിമാലയത്തിലുള്ള നിലയിൽ അത് കാണരുത്. അങ്ങ് ബ്രഹ്മത്തിലേക്ക് പോയി ലയിക്കുവാനുള്ള, അല്ലെങ്കിൽ ആ വിഷ്ണു ലോകത്തിലേക്ക് പോയി ലയിക്കുവാനുള്ള ആ നിലയോടുകൂടി അവൻ യാത്ര ചെയ്തു. അവന് വേണ്ടത് ബ്രഹ്മസാക്ഷാത്കാരമാണ്. അപ്പം ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിന്നെ അവൻ യാത്രയായി. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ സന്യാസത്തിന് പോകുന്ന പോലെ എവിടത്തേക്ക് പോവുകയാണ്? അവിടത്തേക്ക് ലയിക്കുകയാണ്. എപ്പോൾ പ്രളയസമയം നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇതെല്ലാം അവിടെ പോയിട്ട് ലയിക്കുന്നത്. അതുവരെ അവിടെ, പക്ഷെ ഇവിടെ അതും എത്തിയിട്ടില്ല. അവിടെ എത്തുന്നതിനെക്കാട്ടി മുമ്പിൽ നിർഗുണമായ ഒരവസ്ഥയിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ധ്രുവന്റെ സ്ഥാനം. അത് കഴിഞ്ഞാലാണ് പിന്നെ പ്രളയത്തിലൂടെ പോയി ബ്രഹ്മത്തിൽ ലയിക്കുന്നത്.
അപ്പോൾ അതിന് മുമ്പിലൊരു സ്ഥാനമുണ്ട്, അതാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്ഥാനം. ആ സ്ഥാനത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. പിന്നീട് പറയുകയാണ്, അവനെന്ത് ചെയ്തു, വിശാലമായ സ്ഥലത്ത്, വിശാല ദേശത്ത്, ഒരു ദേശത്ത്, ഏകാന്തമായ ഒരു സ്ഥലത്ത്, ഇതെല്ലാം പിന്നെ നമ്മൾ സന്യാസത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള, ആത്മീയതയിലേക്ക് പോകുന്ന തരത്തിലുള്ള വർണ്ണനയാണ്. നമ്മളെങ്ങനെ പോകണമെന്നാണ്, ഒരു വിശാല ദേശ, പത്രികാശ്രമത്തിലോ എവിടെയോ പോയിട്ട് ഒരു ഹിമാലയത്തിൻ്റെ മറ്റേ അടിയിൽ ശാന്തമായ ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ജലത്തിൽ കുളിച്ചിട്ട് അന്ധകരണമെല്ലാം ശുദ്ധമാക്കിയിട്ട് യോഗാസനത്തിൽ ഇവിടെ വേണം, ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കണം, വിശാലമായ ആരും ശല്യം ചെയ്യാതെ. അപ്പം ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ച്, അപ്പം സന്യാസത്തിൽ ആത്മീയതയിലേക്ക് പോകേണ്ടവർക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് സനാതന ധർമ്മം പറഞ്ഞിരിക്കുന്നത്. ബന്ധുക്കളെയെല്ലാം ഉപേക്ഷിക്കുക, എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയിക്കോളൂ. ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരു കുളിയും കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണായാമവും ചെയ്യുക. എന്നിട്ട് ചിത്തത്താൽ ഇന്ദ്രിയങ്ങളെ, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ചിട്ട്, കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നും കാണിയും വേണ്ട, കേൾക്കുകയും വേണ്ട, മണക്കുകയും വേണ്ട, രുചിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, തൊട്ടു നോക്കുകയും വേണ്ട, അവയെല്ലാം നിഗ്രഹിച്ചിട്ട്, പിന്നെ ഓരോ അവയവങ്ങളും നമുക്ക് ആവശ്യമില്ല, കാണിയും വേണ്ട, കേൾക്കുകയും വേണ്ട. എന്നിട്ട് ചിത്തത്തെ ആ വിരാട് സ്വരൂപത്തിൽ, എന്തുകൊണ്ടാണ് ഇവിടെ വിരാട് സ്വരൂപം എന്ന് പറയുന്നത്? വിരാട് സ്വരൂപം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചഘടനയാണ്. ആ പ്രപഞ്ചഘടനയുടെ കേന്ദ്രമായിട്ട് മാറാനാണ് ഇവൻ പോകുന്നത്, ധ്രുവ നക്ഷത്രമായിട്ട്. വിരാട് സ്വരൂപത്തെ ധാരണം ചെയ്തു. എന്നിട്ടോ താനും ഈശ്വരനും ഒന്നാണ് എന്ന ചിന്ത ഉണ്ടാക്കിക്കൊണ്ട് സമാധിസ്ഥിതനായി. സമാധി സ്ഥിതിയിൽ എത്തുമ്പോൾ പിന്നെ ഞാനും ഈശ്വരനും ഒന്നാണ്, ഈ പ്രപഞ്ചമെല്ലാം ആ ബ്രഹ്മമാണ്, പിന്നെ ബ്രഹ്മമേ ഉള്ളൂ, പിന്നെ ബന്ധുക്കളൊന്നും ഇല്ല. ആ അവസ്ഥയെ അവൻ പ്രാപിച്ചു. അപ്പോൾ 18 പറയുകയാണ്, ശ്രീഹരിയെ തന്നെ അങ്ങനെ മനസ്സിനെ ആ ബ്രഹ്മത്തിൽ തന്നെ ലയിപ്പിച്ചിരുന്നപ്പോൾ ആനന്ദ കണ്ണീര് വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ അന്ധകരണം എന്തായി? അലിവാർന്നതായി മാറി. അതുവരെ കോപത്താലെല്ലാം ജ്വലിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പം എന്തായി? എല്ലാം അലിവാർന്നതായി മാറി. ഈ ഉള്ളവൻ എന്ന ചിന്ത, ഈ ഉള്ളവൻ, ഞാൻ എന്ന ചിന്ത അവനിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവും. അപ്പോൾ പിന്നെ അവനിൽ എന്തില്ല? ഞാൻ എന്ന ഒരു ചിന്തയില്ല, എല്ലാം ബ്രഹ്മം. അങ്ങനെയാകുമ്പോൾ ഇനി പറയുന്നതെല്ലാം ഭാവനയിലുള്ള ഒരു വർണ്ണന മാത്രമാണ്. അവൻ്റെ മനസ്സ് ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നതായിട്ടാണ്. ആ ധ്രുവൻ എന്ന ഗ്രഹം പിന്നെ എല്ലാം ആ പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ചാണ്. പിന്നെ ഈ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. ബ്രഹ്മം പ്രപഞ്ചമായി മാറുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ ഈ സമയ കാലചക്രവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം സൂര്യനും ഈ സൗരയൂഥ രാശിചക്രങ്ങളാണ്. അതിലുള്ള ഒന്നാണ് ഈ ധ്രുവൻ. പിന്നെ അതെല്ലാം ബ്രഹ്മത്തിൻ്റെ പ്രതീകമായി മാറുകയാണ്. ബ്രഹ്മം ഈ സൗരയൂഥ സിസ്റ്റത്തിലൂടെയാണ് പിന്നെ എല്ലാ ജീവജാലങ്ങളെയും ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അത് തന്നെ ബ്രഹ്മമായി മാറുകയാണ്. അപ്പോൾ അവൻ എന്താണ് തോന്നിയെന്ന് വെച്ചാൽ 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്ന പൂർണ്ണ ചന്ദ്രബിംബത്തെ പോലെയുള്ള ഒരു വലിയ വാഹന വിമാനം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു. സൂര്യചന്ദ്രന്മാരുടെ പ്രഭയുള്ള എന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു ഈ ഗ്രഹങ്ങളെല്ലാം അതിൽ നിന്നുള്ള രശ്മികളാണ് ഭൂമിയിൽ മുഴുവൻ വ്യാപിച്ചിട്ട് മനുഷ്യരുടെ എല്ലാം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അങ്ങനെയുള്ളൊരു വിമാനമാണ് ഇവനെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. ഇവിടത്തേക്ക് ആ നിർഗുണമായ ബ്രഹ്മത്തിലേക്ക്. അപ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ ഒരു പ്രതിബിംബമാണ് ഇപ്പോൾ ഇവിടെ ധ്രുവനായി മാറാൻ പോകുന്നത്. പിന്നെ 20 പറയുകയാണ്,
അപ്പോൾ ആ വിമാനത്തിൽ നിന്നും 4 കൈകളുള്ള ശ്യാമള നിറം നല്ല യുവാക്കളാണ്, ചെണ്ടാമര കണ്ണുകളാണ്, ഗത താട്ടിപ്പിടിച്ചിട്ടുണ്ട്, വിശേഷ രൂപത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും കിരീടവും മുത്തുമാലയും അണിഞ്ഞുകൊണ്ടുള്ള 2 ദേവോത്തമന്മാർ അവിടെ നിന്നും ഇറങ്ങി വരുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ആ വിഷ്ണുവിൻ്റെ പാർഷദന്മാരാണ് ഈ 2 പേര് വന്നിരിക്കുന്നതെന്ന്. അപ്പം ആദ്യം അദ്ദേഹത്തിന് വലിയ അമ്പരപ്പലുണ്ടായി, എങ്കിലും എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അവരെയെല്ലാം പൂപ്പുകളോടുകൂടി നമസ്കരിച്ചു നിന്നു. അപ്പോൾ ആ 2 പേര്, അവരുടെ പേര് എന്ന് പറയുന്നത് സുനന്ദനും നന്ദനുമാണ്. കഥയിൽ അങ്ങനെ പേരെല്ലാം പറയും. അവർ വന്നിട്ട് കൂപ്പുകൈയോടുകൂടി പാതാരബന്ധത്തിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹത്തോട് പറയുകയാണ് അടുത്ത 22 മുതൽ. എന്നിട്ട് അവർ 23 ആദ്യം തന്നെ അല്ലയോ രാജാവേ എങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേക്ക് സുമംഗളം ലഭിക്കട്ടെ. എന്നിട്ട് എന്ത് പറയുന്നു? നീ ഞങ്ങളുടെ വാക്ക് ശ്രദ്ധാപൂർവം കേൾക്കണം. അങ്ങ് 5 വയസ്സുള്ളപ്പോൾ തന്നെ ആ ബ്രഹ്മാവിൻ്റെ ആ വിഷ്ണു ഭഗവാന്റെ പാദങ്ങളിൽ പോയി നമസ്കരിച്ചവനാണ്, അവിടെ എത്തിച്ചേർന്നവനാണ്. അതുകൊണ്ട് തന്നെ 24 എന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും വന്നിരിക്കുന്നത് അങ്ങയെ കൂട്ടിക്കൊണ്ട് ആ പരമ്പൊരുളിൻ്റെ അല്ലെങ്കിൽ ആ വിഷ്ണു ഭഗവാന്റെ പാദങ്ങളെ, നമ്മൾ ആ പാദങ്ങളെ സേവകരാണ് നമ്മൾ, അങ്ങയെ അവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേരെ അത്രയും ഉത്തരമായ ഒരു സ്ഥാനത്തേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. കീഴെ നിൽക്കുന്ന ആ സപ്തർഷികളെല്ലാം നോക്കിയാൽ മതി. ആ സപ്തർഷികൾക്ക് പോലും എത്രയോ കാലമായിട്ട് ആലോചിച്ചിട്ട് തപസ് ചെയ്തിട്ട് ശ്രമിച്ചിട്ട് നടക്കാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് താങ്കൾ എത്തിച്ചേരുവാൻ പോകുന്നത്. ആ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രഹങ്ങളും അശ്വനി നാദി നക്ഷത്രങ്ങളും എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ജ്യോതിർഗോളങ്ങളുമെല്ലാം എവിടെയാണോ ചുറ്റിക്കറങ്ങുന്നത് ആ സ്ഥലത്തേക്കാണ് താങ്കൾ എത്തിച്ചേരാൻ പോകുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ സൗരയൂഥ സിസ്റ്റം മുഴുവൻ ആ ധ്രുവ നക്ഷത്രത്തെ വലം വെച്ച് കറങ്ങുകയാണ്. അത് ജ്യോതിഷപരമായ ഒരു പരാമർശമാണ്. നമ്മളെ ഭൂമിയെ ബുധ ശുക്ര കുജ ഗുരു ശനി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നുണ്ട്. ഈ സൂര്യനും ഈ ഗ്രഹങ്ങളും ഈ നക്ഷത്ര സമൂഹങ്ങളെല്ലാം ഈ ഇനി ധ്രുവൻ എവിടെയാണോ പോയി നിൽക്കാൻ പോകുന്നത് ആ ധ്രുവ നക്ഷത്രത്തെ ചുറ്റാൻ പോവുകയാണ്. അവിടെയാണ് വിഷ്ണുപാദം. അതുകൊണ്ടാണ് ധ്രുവൻ എപ്പോഴും വടക്കായി എടുക്കുന്നത്. യഥാർത്ഥത്തിൽ വടക്ക് മാറി വരും. ഇപ്പം ഇതാണ് ധ്രുവൻ എന്ന് വെച്ചോളൂ. ഇത് സൂര്യനും ഗ്രഹങ്ങളും. ഇത് സൂര്യന് ചുറ്റും എല്ലാ ഗ്രഹങ്ങളും ചുറ്റുന്നുണ്ട്. അങ്ങനെയുള്ള സൂര്യനും സൗരയൂഥ സിസ്റ്റം എപ്പോഴും നമ്മൾ ഇതിനെ വടക്കായി എടുക്കും. ഈ സൗരയൂഥ സിസ്റ്റം വടക്കിങ്ങാണ്. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ വടക്കങ്ങോട്ടാണ് വരേണ്ടത്, ഇങ്ങോട്ടല്ല. വടക്ക് മാറുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് വടക്കാണ്. ഇവിടെ എത്തുമ്പോൾ വടക്ക് മാറിപ്പോയി, ദിശ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ സൂര്യനും സൗരയൂഥ സിസ്റ്റങ്ങളും മുഴുവൻ പ്രപഞ്ചത്തിൽ കറങ്ങുമ്പോൾ വടക്കും തെക്കും എല്ലാം മാറി വരും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സൂര്യൻ കുറേ കാലം വടക്കുതിക്കുകയാണെങ്കിൽ പിന്നെ തെക്കുതിക്കും, പിന്നെ പടിഞ്ഞാറുതിക്കും എന്നെല്ലാം പറയുന്നത്. കാരണം നമ്മളൊരു ട്രെയിനിൻ്റെ അകത്ത് ഇരുന്നിട്ട് എഞ്ചിൻ്റെ ഭാഗം വടക്കോട്ടാണെന്ന് വെച്ചോളൂ. ഇതാണ് വടക്ക്, ഇത് വടക്ക്. എഞ്ചിൻ ഇങ്ങനെ കിടക്കുകയാണ്. എഞ്ചിന് നമ്മളെ തല, ഇത് ട്രെയിനിൻ്റെ വടക്ക് തല ഇതാണെന്ന് വെച്ചോളൂ.
നമ്മളിവിടെ കിടക്കുകയാണ്, ഇങ്ങനെ കിടക്കുകയാണ്. ഈ തലയുള്ളത് എഞ്ചിൻ്റെ വശത്താണ്. അപ്പോൾ അതാണ് വടക്ക്, ഇത് വടക്ക് ദിക്കാണെന്ന് വെച്ചോളൂ. അപ്പോൾ ട്രെയിനിങ് പോകുമ്പോൾ നമ്മളെ തലയോടെ ട്രെയിനിൻ്റെ ഭാഗമാണ്, എഞ്ചിൻ്റെ ഭാഗമാണ് നമ്മൾ വടക്കായിട്ട് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അത് ശരി തന്നെയാണ്, ഈ വടക്ക് തന്നെയാണ്, ഇതാണ് വടക്ക്. ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ തലയും എഞ്ചിനും എല്ലാം ഇങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ട്രെയിൻ ഇങ്ങനെ പോയി ഇങ്ങനെ പോയാലോ, നമ്മളതിൻ്റെ അകത്ത് ഇരിക്കുമ്പം തല വേറെ ദിശയിലേക്കാണ്. നമ്മൾ എഞ്ചിൻ്റെ വശത്ത് വടക്കായി എടുത്തു കഴിഞ്ഞാൽ തെറ്റിയിരിക്കുകയാണ്. കാരണം ട്രെയിൻ ഇപ്പം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ തല വടക്കല്ല ഉള്ളത്. പക്ഷേ നമ്മളെന്ത് ചെയ്യും, എഞ്ചിൻ്റെ തല എവിടെയാണ് ഉള്ളത് അത് വടക്കായിട്ട് എടുക്കും. അല്ലാതെ ഇടയ്ക്ക് വടക്കിങ്ങനെ മാറ്റാനും എടുക്കാനും പറ്റില്ലല്ലോ. അപ്പം നമ്മൾ മനസ്സിൽ എഞ്ചിൻ്റെ തല എവിടെയുണ്ടോ അത് വടക്കായി എടുക്കുന്നത് പോലെ ധ്രുവ നക്ഷത്രമുണ്ട്. ഭൂമി സൗരയൂഥ സിസ്റ്റം ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും കറങ്ങുമ്പോൾ എവിടെ നോക്കിയാലും ഇത് കാണുന്ന സ്ഥലം നമ്മൾ വടക്കാക്കി എടുക്കുകയാണ്, ഇത് വടക്കായി എടുക്കുകയാണ്. അതാണ് ധ്രുവൻ എന്ന പേര് വരാൻ കാരണം. അപ്പം നമ്മളെ ദിക്കുകൾ ദിശയിൽ ചെയ്യുന്നതിൽ പ്രധാനമായൊരു സ്ഥാനം ഈ ധ്രുവ നക്ഷത്രത്തിനുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ വടക്ക് തന്നെ എപ്പോഴും ആ ദിശ വടക്കല്ല. കാരണം വടക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് വടക്ക് ഇങ്ങോട്ടാണ്. പക്ഷേ നമ്മളിങ്ങനെ ചുറ്റി ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ധ്രുവനുള്ളത്. വടക്ക് മാറി ഇങ്ങോട്ട് നോക്കുമ്പോൾ മുകളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. വടക്ക് മാറിപ്പോയി, വടക്കിങ്ങായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ദിശ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ദിശയാണ്, വടക്കല്ല. പക്ഷേ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, ഇത് കാണുന്നതിനെ വടക്കായിട്ട് എടുക്കുക. അല്ലാതെ നമുക്കിപ്പോൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന പോണ വഴി പോലും അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് വടക്കും തെക്കൊന്നും ശരിയായ വടക്കും തെക്കൊന്നും തീരുമാനിക്കാൻ അറിയില്ല. പക്ഷെ നമ്മൾ ധ്രുവൻ്റെ വടക്കായിട്ടങ്ങ് നമ്മളെ ആവശ്യത്തിന് എടുക്കുകയാണ്. അതാണ് ധ്രുവൻ നൽകുന്ന വലിയൊരു സംഭാവന. അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ വടക്ക് എന്ന് പറയുന്നത് എപ്പോഴും വടക്കൊന്നുമല്ല. സൂര്യൻ ഉദിക്കുന്ന വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും കോണും താടി എല്ലാം സൂര്യൻ ഉദിക്കുന്നുണ്ട്. അത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഘടനയെടുത്ത് നോക്കുമ്പോഴേ മനസ്സിലാകുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധ്രുവൻ എവിടെ കാണും, അത് വടക്കായിട്ട് അങ്ങ് എടുക്കും. നമ്മളൊരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ പുറപ്പെടുമ്പോൾ നമ്മളെ തല ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്താണ് ഉള്ളത്, എഞ്ചിന് വടക്കോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കും, എഞ്ചിനുള്ള ഭാഗം വടക്ക് തന്നെ പോകും. ട്രെയിൻ എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞു എല്ലാം പോകുമ്പോഴും നമ്മളത് ധരിക്കും ഇത് വടക്കാണെന്ന് ധരിക്കും. അത് തെറ്റാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേ ചെയ്യാൻ പറ്റും. അല്ല പുറത്തിരുന്നിട്ട് എപ്പോഴും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, ട്രെയിനിൻ്റെ എഞ്ചിനുള്ള ഭാഗം തന്നെ വടക്ക് എന്ന നിലയിൽ ചിന്തിക്കുന്നത് പോലെയാണിത്. ഇത് മണ്ടത്തരമാണ്. പക്ഷേ നമുക്കത് മതി. ധ്രുവനുള്ളത് വടക്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ധ്രുവ നക്ഷത്രത്തിന് ചുറ്റിലും ഈ സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം കറങ്ങുന്ന ഒരു പ്രത്യേക സ്ഥാനത്താണ് വിഷ്ണുവിൻ്റെ സ്ഥാനം. അവിടത്തേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അതാണ് അദ്ദേഹത്തിന് അലോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് 26 പറയാണ്, അങ്ങയുടെ പിതാമഹന്മാർക്ക് പോലും ലഭിക്കാത്ത അത്രയും ഉന്നതമായ ഒരു സ്ഥാനമായ മഹാവിഷ്ണു നൽകിയ ആ സ്ഥാനത്തേക്ക് അങ്ങ് പ്രവേശിച്ചാലും എന്ന് 26 പറയുന്നു. അതുകൊണ്ട് അങ്ങെന്ത് വേണം, ഈ വിമാനത്തിൽ ഏറണം. ആ വിമാനത്തിൽ ഏറുക എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമുണ്ട്. ഈ ധ്രുവ നക്ഷത്രവും ചലിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാണ്. വിമാനത്തിൽ കയറി അവിടെ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥവും കൂടി നമ്മൾ കൽപ്പിക്കണം. അദ്ദേഹം ഇനി വിമാനത്തിൽ കയറിയിട്ട് അവിടെ എത്തുമ്പോൾ ആ ധ്രുവ നക്ഷത്രവും യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം പോയി കുളിച്ചിട്ട് 28-29 പറയുകയാണ്. അദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് ആ വിമാനത്തെ മുനിമാരിയെല്ലാം നമസ്കരിച്ച് ആ വിമാനത്തെയെല്ലാം ഒന്ന് വലം വെച്ചതിൻ്റെ ശേഷം തങ്ക നിറത്തോടു കൂടിയവനായിട്ട് ആ വിമാനത്തിൽ കയറുവാൻ തുടങ്ങി. അങ്ങനെ 30 പറയാണ്, അങ്ങനെ വിമാനത്തിൽ ഏറണ്ടിക്കൽ നമുക്ക് ഇന്ന് വിമാനത്തിൽ ഏറണ്ടിക്കൽ
ഒരു കോണിപ്പൊടി ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് അതിലൂട്ടിയാണ് കയറുക. അതുപോലെ ഇങ്ങനത്തെ കയറാൻ വേണ്ടി അപ്പം വിമാനത്തിൻ്റെ ഘടനയെ അന്നത്തെ കയറാനുള്ള വഴികളും എല്ലാം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അതേ നിലയിൽ തന്നെയാണ് ഇവിടെ വ്യാഖ്യാനം പോകുന്നത്. ആ വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടല്ലോ. അപ്പോൾ അവിടെ അന്തകൻ കയറി വന്നു. ഇതെല്ലാം കഥയിലൂടെ ഒരു ആശയമാണ്, അല്ലാതെ അന്തകൻ കയറി വന്നിട്ടൊന്നുമില്ല. അന്തകൻ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അന്തകൻ്റെ തലയെ ചവിട്ടിയിട്ടാണ് വിമാനത്തിൽ കയറിയത്. കോണിപ്പൊടിയായിട്ട് അന്തകൻ നിന്നെന്ന് പറയുകയാണ്. അപ്പം വിമാനം ഉണ്ടാക്കുന്ന വിമാനത്തിൻ്റെ ഇന്നും വിമാനത്തിൽ എന്തുണ്ട്, അതിനകത്ത് കയറണ്ടിക്കിൽ ഇതെല്ലാം വേണം. അപ്പം ഈ എഴുതിയ ഋഷികൾ അവർക്ക് ഈ വിമാനമെല്ലാം കണ്ടു പരിചയമുള്ള അവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രളയം നടന്നിട്ട് രക്ഷപ്പെട്ട കക്ഷികളാണ് ഇത് എഴുതി വെക്കുന്നത്. അതുകൊണ്ട് വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് അന്തകൻ കയറി വന്നു. അന്തകൻ്റെ തലയിൽ കയറി ചവിട്ടിയിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. അന്തകനാരാണ്? മരണത്തെയും മറികടന്നുകൊണ്ടാണ് അവിടത്തേക്ക് പോകുന്നത്. കാരണം അത് ഏത് ലോകമാണ്? സ്വർഗത്തിലാണ് അതുള്ളത്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? മരണമില്ല. ധ്രുവൻ എത്ര കാലം മരണമില്ല? ലോകമിനെ അവസാനിക്കുന്നത് വരെ ധ്രുവന് മരണമില്ല. അതാണ് അതിൽ കൂടി പറയുന്നത്. ഈ ലോകം എത്ര കാലമുണ്ടോ അതുവരെ സൂര്യനും ചന്ദ്രനും, ലോകം എന്ന് പറയാൻ പറ്റില്ല, നക്ഷത്രങ്ങൾ കത്തിയെരിഞ്ഞു പോകും. അപ്പം ധ്രുവനെന്നുണ്ട്, ഇനി ധ്രുവന് മരണമില്ല. ലോകം അവസാനിക്കുന്ന കാലം പോലെ ഈ ധ്രുവനാടി ഉണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അതാണ് കാലൻ്റെ തലയിൽ ചവിട്ടിയിട്ടാണ് മുകളിലോട്ടേക്ക് കയറിയത്. അത് കാലത്തെ മറികടന്നു. ഇനി കാലം പോകുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിലെ മരണമുള്ളൂ, അല്ല ഇല്ലാതാകുന്നുള്ളൂ. അപ്പം കയറുമ്പോൾ പിന്നെ കവി വർണ്ണനയാണല്ലോ. മൃദംഗം, ഇടക്കായി, ശബ്ദം, ഇതെല്ലാം മുഴങ്ങി ഗന്ധർവോത്തന്മാരെല്ലാം പാടി പൂമഴകളെല്ലാം പെയ്തു എന്ന് 31 പറയുന്നു. അപ്പം ധ്രുവന് 32 പറയാണ്, ധ്രുവന് വലിയ സങ്കടം ഉണ്ടായി. കാരണം എൻ്റെ മാതാവായ സുനീതിയെ വിട്ടുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്, അമ്മേനെയും വിട്ടിട്ടാണല്ലോ ഞാൻ ഈ പോകുന്നത്. ഏത് സുവർലോകത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പം അമ്മേനെയെല്ലാം വിട്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു വലിയ സങ്കടമെല്ലാം മനസ്സിലുണ്ടായി. അപ്പോൾ കൂട്ടിക്കൊണ്ടാവാൻ വന്ന ഈ 2 പേര് സുനന്ദനും നന്ദനും എന്ത് പറഞ്ഞു? അങ്ങനെ വിഷമിക്കുന്നത് കണ്ട, മുമ്പിൽ പോകുന്നുണ്ട് ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. ആ പ്ലെയിനിൽ മറ്റേ സുനീതി ഇരിക്കുന്നുണ്ടാവും. അപ്പം അമ്മേനെ അതിന് മുമ്പിൽ പ്ലെയിനിൽ കയറ്റിയിട്ട് മുമ്പിൽ കൊണ്ടുപോകും. അങ്ങനെ അദ്ദേഹം ആ വിമാനത്തിൽ പോകുമ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് മറ്റുള്ള ദേവന്മാരെല്ലാം വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നതായിട്ട് കണ്ടു. അവരെല്ലാം അഭിവാദ്യങ്ങളെല്ലാം അർപ്പിക്കുന്നുണ്ട്, പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. പിന്നെ ചുറ്റും ഗ്രഹങ്ങളിങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് അതൊക്കെ കണ്ട്. അതിൻ്റെ ഇടക്കൂട്ടിയെല്ലാം ആകാശം മുഴുവൻ ഗ്രഹങ്ങളെല്ലാം നിറഞ്ഞു കിടക്കില്ല. അതിൻ്റെ ഇടക്കൂട്ടിയാണ് ഈ ധ്രുവനും പോകുന്നത്. അപ്പം ധ്രുവനും പോകുമ്പോൾ ധ്രുവന് പോകാനും ഒരു വഴിയുണ്ട്. ആ വഴിയിൽ വന്നിട്ട് ഗ്രഹങ്ങളെല്ലാം ഉണ്ട്. 35 പറയാണ്, അദ്ദേഹം അങ്ങനെ ദേവമാർഗത്തിലൂടെ മറ്റേ ഗ്രഹങ്ങളെയും സപ്തർഷികളെയും 3 ലോകങ്ങളെയും എല്ലാം കണ്ടുകൊണ്ടങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കാണിയാണ്. സപ്തർഷികളെല്ലാം അവരെല്ലാം മറികടന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതായത് അത്രയും ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ് എന്ന് പറയുകയാണ്. ഇത് 37 പറയുകയാണ്, അവൻ എവിടെയാണ് എത്താൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ലോകത്തിൽ 3 ലോകങ്ങളെയും ഈ ലോകത്തിലുള്ള എല്ലാ ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന കേന്ദ്രമാണ് അത്. ആ കേന്ദ്രത്തിലേക്കാണ് അവിടെ പോകുന്നത്. അവിടെ ആർക്ക് എത്താൻ പറ്റില്ല? കൃപയില്ലാത്ത ആൾക്കാർക്കൊന്നും അവിടെ എത്താൻ പറ്റില്ല. പക്ഷേ അതേസമയം എപ്പോഴും നല്ല കർമ്മങ്ങൾ മാത്രം, ലോക നന്മക്കായിട്ട് മാത്രം പ്രവർത്തിക്കുന്നവർക്ക് എത്താൻ പറ്റുന്ന സ്ഥാനമാണ് അത്. അവിടെയാണ് ധ്രുവനെത്തിച്ചേരാൻ പോകുന്നത്. 37 എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ അദ്ദേഹത്തിന് മാത്രമൊന്നുമല്ല എത്താം, നമുക്ക് എത്താൻ പറ്റും. എന്ത് ഉണ്ടായാൽ മതി? ശമസ്വഭാവം, ശാന്തമായ സ്വഭാവം, എപ്പോഴും ശാന്തത, എന്ത് കണ്ടാലും ഒരു കുലുക്കമില്ലായ്മ, സമദർശനം, എല്ലാത്തിലും ബ്രഹ്മത്തെ മാത്രം ദർശിക്കുക. അല്ലാതെ ഹിന്ദു മുസ്ലിം എല്ലാം കണ്ടു കഴിഞ്ഞാൽ അവനൊന്നും അതിൻ്റെ പടിക്കലെത്താൻ പറ്റില്ല. എല്ലാവരിലും ഒരേ ശക്തിയെ, ഏക ഈശ്വരൻ, എല്ലാത്തിലും ആ ശക്തി വിശേഷം, എല്ലാത്തിനെയും അതായി കാണുക. സമഭാദർശനം, സംശുദ്ധി, നല്ല ശുദ്ധമായ മനസ്സ്,
സർവ്വ ജീവജാലങ്ങളിലും കനിവുണ്ടാവുക, പട്ടിയായാലും പൂച്ചയായാലും എന്തിലും കനിവുണ്ടാവുക. ശ്രീഹരിയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ആ ശ്രീഹരിയിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർക്ക് അവിടെ എളുപ്പത്തിലെത്താൻ പറ്റും. ഇങ്ങനെ വിമാനം കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ധ്രുവൻ എന്തായി? വിഷ്ണുഭക്തനായ ധ്രുവൻ 3 ലോകങ്ങളുടെയും ചൂടാരക്തമായിട്ട് മാറി ആര്? ധ്രുവൻ. അപ്പോൾ ആ ധ്രുവ നക്ഷത്രം ഒരു 3 ലോകത്തിനുമുള്ള ഒരു ചൂടാരത്നം പോലെ അവിടെ ശോഭിച്ച് കിടക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്ന ധ്രുവ നക്ഷത്രം. എൻ്റെ 39 പറയുകയാണ്, കുതിച്ച് ചാടുന്ന കുറേ കാളകൾ, ഒരു കമ്പിൽ കെട്ടിയിരിക്കുന്ന കാളകൾ കുതിച്ച് ചാടുന്ന അതിന് ചുറ്റും കമ്പിന് ചുറ്റും കറങ്ങുന്നത് പോലെ ആ ധ്രുവ നക്ഷത്രത്തെ ചുറ്റിക്കൊണ്ട് ഈ സൗരയൂഥത്തിലെ എല്ലാ ഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ നമ്മുടെ സൂര്യമണ്ഡലത്തിലെ ബുധശുക്രനെല്ലാം കൂടിയിട്ടുള്ള ഈ സൂര്യനും ഈ 7 നവഗ്രഹങ്ങൾ എന്തോ ആകട്ടെ അതടങ്ങുന്ന സൗരയൂഥ സിസ്റ്റവും ഈ നക്ഷത്രങ്ങളുമെല്ലാം നമ്മുടെ ഗാലക്സി, ഈ നക്ഷത്രങ്ങളെല്ലാമുള്ള ഈ നമ്മുടെ ഗാലക്സി ഈ ധ്രുവ നക്ഷത്രത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചഘടനയുടെ വലിയ വിവരണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ശാസ്ത്രലോകം പോലും കണ്ടെത്തിയിട്ടില്ല. ഈ ഗാലക്സികളെല്ലാം ഈ ധ്രുവനെ കേന്ദ്രമാക്കിയിട്ടാണ് ചുറ്റിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പം പ്രപഞ്ചഘടനയിലേക്കാണ് അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് 40 ഈ ധ്രുവൻ്റെ ഈ പ്രതാപം എല്ലാം കണ്ടിട്ട് നാരദ മഹർഷി പ്രജേതസ്സുകളുടെ സത്രത്തിൽ വെച്ചിട്ട്, പ്രജേതസ്സുകളുടെ എല്ലാം ബ്രഹ്മസത്രത്തിൽ വെച്ചിട്ട് വീണ വായിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ പറ്റിയുള്ള ഒരു കീർത്തനം വായിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് ഉപനിഷത്തുകളിൽ ഇദ്ദേഹത്തെ പറ്റി വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനമുണ്ട്. അതായത് പ്രപഞ്ചഘടന വിവരിക്കുന്നിടത്ത് ധ്രുവൻ്റെ കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ടുള്ളൊരു കീർത്തനമുണ്ട്. അത് നാരദ മഹർഷി എടുത്ത് ഇങ്ങനെ പാടിയിട്ടുണ്ട്. അവിടെ വെച്ച്, എവിടെ? ബ്രഹ്മസത്രത്തിൽ വെച്ച്, പ്രജേതസ്സുകൾ നടക്കുന്ന ഒരു ബ്രഹ്മസത്രത്തിൽ വെച്ച് ഈ നാരദ മഹർഷി ഇങ്ങനെ ഒരു ഗാനം പാടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം നാരദം പാടിയ ഒരു വരിയാണ്, പതിവ്രതയായ സുനീതിയുടെ പുത്രനായ ഈ ധ്രുവൻ അദ്ദേഹത്തിൻ്റെ തപോവൈഭവത്താൽ നേടിയ ഈ സ്ഥാനം മറ്റുള്ള ഒരു ബ്രഹ്മജ്ഞന്മാർക്കും, എല്ലാ ജ്ഞാനങ്ങളും നേടിയ ബ്രഹ്മജ്ഞന്മാർക്കും ആ സ്ഥാനം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു രാജാക്കന്മാർ, ഈ ലോകത്തിലുള്ള ഒരു രാജാക്കന്മാർക്കും അത് നേടാൻ പറ്റാത്ത സ്ഥാനമാണ് ഈ പതിവ്രതയായ സുനീതിയുടെ പുത്രൻ നേടിയിരിക്കുന്നത്. അതായത് ആ സ്ഥലത്തെത്തുവാൻ അങ്ങനെയൊന്നും ആർക്കും പറ്റില്ല. എന്നിട്ട് നാരദൻ ആ സൂക്തത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവൻ 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ ഭാര്യയിൽ നിന്നും, അതായത് മറ്റേ ഭാര്യയിൽ നിന്നും അപമാനം കേട്ടിട്ട് എന്ത് ചെയ്ത് ഹൃദയം പൊട്ടി ആ ദുഃഖത്തോടുകൂടി കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ ഉപദേശിച്ചിട്ട് എൻ്റെ ഉപദേശം കേട്ട് അതുപോലെ പ്രവർത്തിച്ചിട്ടാണ് ഇന്ന് മറ്റാർക്കും സാധിക്കാൻ കഴിയാത്ത ആ സ്ഥാനം ശ്രീ വാസുദേവനെ ജയിക്കുവാൻ, ആ വാസുദേവൻ്റെ അടുത്ത് എത്തിച്ചേരുവാൻ മറ്റുള്ളവർക്കൊന്നും സാധിക്കാത്ത കാര്യം ഈ 5 വയസ്സുള്ള ബാലൻ സാധിപ്പിച്ചെടുത്തു എൻ്റെ ആ ഉപദേശം കേട്ടിട്ട്. 43 പറയുകയാണ്, ക്ഷത്രിയരായിട്ട് ജനിച്ച ആ പിഞ്ചു കുഞ്ഞ് 5 വയസ്സിലൂടെ നേടിയെടുത്ത ആ ഉന്നതമായ സ്ഥാനം സഹസ്രാബ്ദങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാലും പണ്ഡിതരായ മറ്റുള്ളവർക്കൊന്നും ആ സ്ഥാനത്ത് എത്താൻ പറ്റില്ല. പല ജന്മങ്ങളെടുത്താലും അവർക്കൊന്നും സാധിക്കാത്ത കാര്യമാണ് 5 വയസ്സുള്ള ഈ കുട്ടി ആ സ്ഥാനം നേടിയെടുത്തത്, ശ്രീഹരിയുടെ പാദത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ 44 മൈത്രേയൻ പറയുകയാണ്, അങ്ങനെ അങ്ങ് ചോദിച്ച പ്രകാരം, ഇവിടെ മൈത്രേയനാണല്ലോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, ഈ സംഭവങ്ങളെല്ലാം. മൈത്രേയൻ പറയുകയാണ്, അങ്ങ് ചോദിച്ച പ്രകാരം
ഈ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ ഇവിടെ വിവരിച്ച് തന്നു കഴിഞ്ഞാണ്. ധ്രുവൻ്റെ ഈ കഥകളെല്ലാം ഇതെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ ചൊല്ലിത്തരപ്പെട്ടു. എന്നിട്ട് മൈത്രേയൻ പറയുകയാണ്, ഈ കഥ സമ്പൽക്കരമാണ്, കീർത്തികരമാണ്, ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്, പുണ്യം ജനിപ്പിക്കുന്നതാണ്, ശുഭഹേതുവാണ്, സ്വർഗപ്രാപ്തിക്കുതകുന്നതാണ്, പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് 46 പറയുകയാണ്, ഈ കഥകൾ ആരെങ്കിലും ശ്രവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കും, സംസാര ദുഃഖങ്ങളെയെല്ലാം മറികടന്ന്, അത് കേട്ടാൽ തന്നെ സംസാര ദുഃഖങ്ങളെല്ലാം മറികടക്കും. പിന്നെ 47 പറയുന്നു, ഇത് കേട്ടുകൊണ്ടു കഴിഞ്ഞാൽ മഹത്വം ആഗ്രഹിക്കുന്നവർക്ക് മഹത്വം ലഭിക്കും. ഇത് കേട്ടുകൊണ്ടിരുന്നാൽ അവർ നല്ല ശീലമുള്ളവരായി മാറും, അവരുടെ തേജസ് വർദ്ധിക്കും, അവർക്ക് മാനമെല്ലാം വർദ്ധിക്കും. അതായത് നല്ല സ്വഭാവമായിട്ട് മാറും ഈ കഥ ശ്രവിക്കുന്ന പക്ഷം. അതുകൊണ്ട് 48 പറയുന്നു, ബ്രാഹ്മണന്മാരുടെ സദസ്സിലെല്ലാം രാവിലെയും വൈകുന്നേരം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് പറയുകയാണ്. ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടനയായിട്ട് അല്ലെ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നവർ, ശാസ്ത്രലോകം ഇത് രാവിലെയും വൈകുന്നേരം കേൾക്കണമെന്ന് പറഞ്ഞാൽ ഇതിലൂടെ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്? പ്രപഞ്ചഘടനയുടെ ഒരു പ്രത്യേക രൂപം, ശാസ്ത്രലോകം എന്നും കണ്ടെത്താത്ത ആ പ്രപഞ്ചഘടനയുടെ ഒരു രൂപം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഈ പ്രപഞ്ചഘടനയാണ് നമുക്ക് മനസ്സിലായി. ഈ കഥയിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ് വിവരിച്ചു തരുന്നത്. ഇപ്പം പ്രപഞ്ചമേ ഉണ്ടായിട്ടുള്ളൂ, മനുഷ്യനും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അപ്പം സൃഷ്ടിക്രമമാണ് വിവരിക്കുന്നത്, അതിൽ പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി മനുഷ്യരുടെ കാര്യമെല്ലാം ജീവജാലങ്ങളുടെ കാര്യമെല്ലാം പറയാം. അപ്പോൾ അവർക്ക് ജ്ഞാനം ലഭിക്കുന്ന കാര്യമാണ് ഇത്. അതുകൊണ്ട് സിദ്ധനാകാനുള്ള വഴിയും പറയുകയാണ്. എന്ത് വേണം? വെളുത്ത വാവിൻ നാളിലോ പൂർവാമാവാസി വരുന്ന വെളുത്ത കറുത്ത വാവിലോ ദ്വാദശി സമയത്തോ വ്യതിപാതത്തിലോ സൂര്യൻ രാശി പകരുന്ന ദിക്കിൽ വെച്ചോ എന്ത് വേണം? ഇത് ഫലേച്ഛയൊന്നും കൂടാതെ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവന് സിദ്ധി കൈവരുമെന്ന് പറയുകയാണ്. ഇതെല്ലാം ആ ധ്രുവനക്ഷത്രത്തിൻ്റെ ദിശയുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളാണ്. ആ സമയങ്ങളിൽ ഇത് പറയുക എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ധ്രുവനക്ഷത്രത്തെ ശരിക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അത്തരം സമയങ്ങളിൽ ഇത് പറയണമെന്ന് പറയുകയാണ്. അപ്പോഴാണ് ആ ധ്രുവനക്ഷത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് എളുപ്പത്തിൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. 51 എന്ന് പറയുന്നു, ഈ തത്വങ്ങളെയൊന്നും ശരിക്കും മനസ്സിലാക്കാതെ അതേസമയം അത് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഇത് പറഞ്ഞു കൊടുക്കുന്നവർക്ക് അവരുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു, അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ തത്വം, ഈ പ്രപഞ്ചഘടന വളരെ വിശേഷപ്പെട്ട ഒരു ശാസ്ത്ര തത്വമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് അറിയാത്ത ആൾക്കാർക്ക്, ആഗ്രഹമുള്ളവർക്ക് ആര് പറഞ്ഞു കൊടുക്കുന്നുവോ, അതായത് ഈ ജ്ഞാനം എങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുവോ അവർക്ക് ദൈവങ്ങളുടെ എല്ലാം കൃപയുണ്ടാകും, അനുഗ്രഹമുണ്ടാകും എന്ന് പറയുകയാണ്. പിന്നെ 52 മൈത്രേയ മുനി പറയുകയാണ്, കളി സാമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അമ്മയുടെ ഗ്രഹത്തെയെല്ലാം ഉപേക്ഷിച്ച് ഭക്തിമാർഗത്തിലൂടെ ആ വിഷ്ണുപദത്തെ പ്രാപിച്ച ആ കുട്ടിയുടെ കാര്യം ഞാൻ ഇവിടെ സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്.